എനിക്ക് തോന്നുന്നില്ല ഇത്രയധികം രൂപ കോളേജിൽ മുടക്കിയ വേറൊരാൾ കാണത്തില്ല ഈ കേരളത്തിൽ. 2004 കോളേജിൽ 2 ലക്ഷം രൂപയുടെ അപ്ഡേഷൻ ചെയ്യാൻ ഇവനെന്താ ഭ്രാന്താണോ എന്ന് പലരും കമന്റ് ചെയ്യും. സൗണ്ട് സിസ്റ്റത്തിന് മാത്രം ഏകദേശം എത്ര മുടക്കി? 1,20,000 രൂപ. അപ്പൊ ഈ കാണുന്ന മുതലിനെ നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ഡാഡി ചേട്ടന്റെ സ്വന്തം ബൈക. നമസ്കാരം. നമസ്കാരം. എന്തുണ്ട് വിശേഷം? വീണ്ടും നമ്മൾ കാണാണ്. അതെ, കഴിഞ്ഞൊരു വീഡിയോയിൽ കുറച്ച് കമന്റുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അതായത് വണ്ടി പുറമേ നല്ല ഭംഗിയായിട്ടാണ് കൊണ്ടു നടക്കുന്നത്, അകം പക്ഷെ അത്രയ്ക്ക് പോരാന്ന്. അതങ്ങ് ഡാഡി ചേട്ടന് കൊണ്ട് ഒരു 2 ലക്ഷം രൂപയുടെ പറ്റിയുള്ള ഒരു അപ്ഡേഷൻ ഇതിൽ ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോ 2004 വണ്ടി. 2004 കോളേജിൽ 2 ലക്ഷം രൂപയുടെ അപ്ഡേഷൻ ചെയ്യാൻ ഇവനെന്താ ഭ്രാന്താണോ എന്ന് പലരും കമന്റ് ചെയ്യും. ചേട്ടാ, അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നത്, ഇപ്പൊ വൈകേനെ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ നമ്മുടെ വണ്ടി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക ആദ്യം, അല്ലെ? നമുക്ക് അതിനുശേഷം നമുക്ക് വിശദമായിട്ട് നമ്മുടെ ഡാഡി ചേട്ടൻ അകത്ത് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്ന് കാണാം. അതായത് ഏകദേശം 2 ലക്ഷം രൂപയുടെ അപ്ഡേഷൻ നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ ഡാഡി ചേട്ടൻ വരുത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം. ഡാഡി ചേട്ടനെ കിട്ടിയിട്ട് ഇപ്പൊ 17 വർഷമായി വണ്ടി. ഡാഡി ചേട്ടാ, ഏറ്റവും വലിയ ഹൈലൈറ്റ് എത്ര ലക്ഷം കിലോമീറ്റർ? ഇപ്പൊ 7.5 കഴിഞ്ഞു. കഴിഞ്ഞ വർഷം നമ്മൾ എടുക്കുമ്പോൾ 7.57 ആയിരുന്നു. ഇപ്പൊ 7.63 7,63,000 കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയിരിക്കുന്നത്. ഒരു കോളേജ് ഇത്രയും കിലോമീറ്റർ അത് എന്തുകൊണ്ടാണ് ഓടിയെന്ന് വെച്ചാൽ ഡാഡി ചേട്ടൻ കൈമാറി ഓടിയിട്ടില്ല. അപ്പത്തേക്ക് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലുള്ള കോളേജിന് ഇഷ്ടപ്പെടുന്നവർ ഈ ഒരു വണ്ടി കണ്ടിട്ടാണ് ശരിക്കും കോളേജിലേക്ക്, അത് കോളേജിൽ ഒരു വാഹനത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചത്. അപ്പോൾ ഡാഡി ചേട്ടാ, വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാൻ പറ്റും. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ലുക്ക് ഒന്ന് പരിചയപ്പെടുത്താം. ഇത് മറ്റുള്ള കോളേജിൽ അപേക്ഷിച്ച് ഈ വണ്ടി ഇത്തിരി ഇറങ്ങിയാണ് ഇരിക്കുന്നത്, നമ്മുടെ സ്കേർട്ടിങ്, അല്ലെ? ഇത് നമ്മുടെ ഫ്രണ്ട് ഹോണ്ട സിറ്റി എടുത്തപ്പോൾ അവന്റെ വണ്ടിക്ക് സ്കർട്ട് കയറ്റാൻ പോയതാണ്. അപ്പൊ അവിടെ നോക്കിയപ്പോ നമുക്ക് കോളേജിന് ആരും അത് ചെയ്തിട്ടുണ്ടായില്ല അന്നത്തെ കാലത്ത്. അപ്പൊ നമ്മള് ഇത് ശരിക്കും കോളേജിന്റെ സെറ്റ് അല്ല, ഇത് ശരിക്കും ബലാന വണ്ടിയുടെ സ്കർട്ടാണ്. യെസ്, അതിനെ കട്ട് ചെയ്തിട്ട് നമ്മള് 2 ബലാന സ്കർട്ട് എടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാവരും അത് ചെയ്യാൻ തുടങ്ങി. ഫ്രണ്ടിൽ വെച്ചിട്ടുള്ളത് നമ്മൾ തന്നെയാണ്. ഫസ്റ്റ് ഇൻ ദി ഹിസ്റ്ററി, അതായത് കോളേജിൽ സ്കേർട്ടിങ് ചെയ്ത് തുടങ്ങിയത് നമ്മുടെ ഡാനി ചേട്ടനാണ്. അപ്പോൾ ഡാനി ചേട്ടാ ബലാനയുടെ സ്കേർട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം പിന്നെ നമ്മൾ താഴെയായിട്ട് അത് മറ്റേ മെറ്റൽ, ഇത് മെറ്റലാണ്, ഇത് മാത്രം ഫൈബറുള്ളൂ, ഇത് ഇരുമ്പാണ്. നമ്മളിത് മറ്റേ ബസിന്റെ ജാക്കറ്റ് ഡോറിന്റെ എയർ ബസിന്റെ റബ്ബറിൽ പിന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് അതിന്റെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ലൈറ്റ് കൊടുത്തു മാത്രം. പിന്നെ നമ്മുടെ ചട്ടി ലൈറ്റ്, ഇത് മറ്റേ ഒറിജിനൽ താർ ജീപ്പിന്റെ ഹെഡ് ലൈറ്റ് ആണ്. ഇതോ? ഇത് ചട്ടി വരുന്നത് നമ്മൾ SD ബൈക്കിന്റെ ഹെഡ്ലൈറ്റ് ആണ്. ചട്ടി നമ്മൾ ഓൾട്ടർ ചെയ്ത് സെറ്റ് ചെയ്തു. പിന്നെ ഇതിന് കുറെ പേര് ഇതിന്റെ കുറവിന്റെ വെക്കുന്നുണ്ട്, ബുള്ളറ്റിന് വരുന്ന സാധനം വെക്കുന്നുണ്ട്. അപ്പൊ അതിൽ വെളിച്ചത്തിൽ ചെറിയ വ്യത്യാസം. താറിന് കിട്ടുന്ന ഹെഡ്ലൈറ്റ് ആണ് അത്. കിട്ടും, അത്ര പെട്ടെന്ന് കിട്ടും. ഇപ്പൊ താറിന് ഞാൻ അപ്ഡേഷൻ ചെയ്യണമെന്ന് ചോദിച്ചു, മറ്റേ അതിന് 23,000 രൂപ വരുന്നത് റോക്സിന്റെ ഹെഡ്ലൈറ്റ്. ഉടനെ ചെയ്യും, അറിയാം. അത്രയും 23,000 രൂപ 2 സെറ്റിന് വരുന്നത്. പിന്നെ 23,000 രൂപ, 40,000 രൂപ മറ്റേ വിലയുടെ സ്റ്റിയറിംഗ് ആണ് ഈ വണ്ടിക്ക് വെച്ചിരിക്കുന്നത്. അപ്പോഴാണ് 23,000 രൂപ. 40,000 സ്റ്റിയറിംഗ് വെച്ചിട്ട് അന്ന് കുറെ ട്രോൾ വന്നിരുന്നു. അതെന്ന് വെച്ചാൽ ഞാനിത് ചെയ്തിപ്പോ 2 വർഷം ആവാറായി. അന്ന് ആ റേറ്റ് ഉണ്ട്. സംഗതി ഇപ്പൊ ചിലർ പറഞ്ഞ 20,000, 23,000, 25,000 രൂപ കിട്ടും. അതിന്റെ സെക്കൻഡ് ക്വാളിറ്റി ആണ്. അവസാനം 19 രൂപ കിട്ടും സെക്കൻഡ് ക്വാളിറ്റി. വ്യത്യാസം. അപ്പൊ ഈ വണ്ടിയുടെ കളർ ഇത് ശരിക്കും നമ്മുടെ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ ഒരു രൂപത്തിലാണ് ഇപ്പോഴും കിടക്കുന്നത്. എന്താണ് 10 വർഷം മുന്നേ പെയിന്റ് ചെയ്തോ? ഇത് ഡെയിലി വണ്ടി കഴുകും. ഡെയിലി കഴുകും. എല്ലാ ദിവസം കഴുകും. വണ്ടി പുറത്തേക്ക് ഇറക്കണമെങ്കിൽ വണ്ടി കഴുകിയിട്ട് വണ്ടി ഇറക്കാറുള്ളൂ, അല്ലാണ്ട് വണ്ടി ഇറക്കാറില്ല. എന്റെ ഉമ്മ വണ്ടി പ്രാന്തനെന്ന് പറഞ്ഞാൽ പോലെ അൾട്രാ പ്രോ മാക്സ് വണ്ടി കുളിക്കണില്ലേ ഡെയിലി, അതുപോലെ തന്നെ ഇത് ചെയ്യുന്നത് മാത്രം. ഇപ്പൊ എത്ര വർഷം പഴക്കമുണ്ട്? ഇതിപ്പോ 2004 ആണ്. 22 വർഷം കഴിഞ്ഞു. 22 വർഷം പഴക്കമുള്ള വണ്ടിയിൽ ഈച്ച് ആൻഡ് എവരി കോർണർ വൃത്തിയാണ് വണ്ടിയുടെ. അത്രയും നല്ല ഭംഗിയായിട്ടോ കേട്ടോ ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതുണ്ടോ ടയറൊക്കെ നോക്കി നിങ്ങൾ, പിന്നെ ഫിനിഷിംഗ് നോക്കിയ ടയറിന്റെ ഇതൊക്കെ പുത്തൻ ടയർ. എത്ര കിലോമീറ്റർ ഓടി ടയറാ പറയത്തില്ല, 40,000 കിലോമീറ്റർ ഓടി ടയറാണ്. ഇപ്പോഴും നമ്മൾ ഇന്നലെ ഇട്ടണക്ക് ഇരിക്കുന്നത്. അത്രയും തിളക്കം. കഴുകുമ്പോൾ ടയറും കൂടി നമ്മൾ കഴി വൃത്തിയാക്കും. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് വന്ന് കമന്റ് കാര്യമാണ്, വണ്ടി പുറമൊക്കെ കാണാൻ അടിപൊളിയാണ്, പക്ഷെ അകം നോക്കുന്നില്ല, അകം ഇപ്പോഴും കമ്പനി വന്നാണ് കിടക്കുന്നതെന്ന്. ഡാനി ചേട്ടൻ അത് കൊണ്ടു. ഡാനി ചേട്ടാ, സീറ്റ് ഒക്കെ അങ്ങ് മാറി അല്ലേ? ഇതിപ്പോ ഏതിന്റെ അവിടെ സീറ്റ് ചെയ്തിരിക്കുന്നത്? ഇത് ടൊയോട്ട ക്യാമറയുടെ സീറ്റ് ആണ്. 3 വർഷമായി ഇതിന് പിന്നാലെ നടക്കണം സീറ്റ് കിട്ടാൻ വേണ്ടിട്ട്. അത് രണ്ടും ഓട്ടോമാറ്റിക് സീറ്റ് ആണ്, ഫുൾ അഡ്ജസ്റ്റബിൾ. അതിന്റെ സ്വിച്ചും കാര്യങ്ങളും അവിടെ ഉണ്ട്. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ സീറ്റിന്റെ കൺട്രോൾ വരുന്നത്. ഇത് ജസ്റ്റ് ഫ്രണ്ടോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സീറ്റ് ഫ്രണ്ടോട്ട് വരുന്നുണ്ട്. നേരെ നമ്മുടെ ബാക്കോട്ട് പോകണു. ഇവിടെ നമ്മൾ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തൈ സപ്പോർട്ട് മേളിൽ പൊങ്ങുന്നതും താഴ്ന്നതും കാണാൻ പറ്റും. അത് കണക്കിന് നമ്മളിവിടെ പ്രസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഈ ഒരു നടുവിൻ്റെ ഒരു പോർഷൻ കണ്ടോ, ഇത് കണ്ടോ, പൊങ്ങുന്നതും താഴ്ന്നതും നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ ചാരിൻ്റെ ആണ് കേട്ടോ. ചാരി മുമ്പോട്ടും പുറകോട്ട് വെക്കാൻ പറ്റുന്നത്. ഇതിന് എത്ര രൂപ കൊടുത്തു ഈ സീറ്റിന്? 2 സീറ്റും കൺസോളും കൂടി 25 രൂപ. 25,000 രൂപ. സ്റ്റിച്ച് വേറെ, സ്റ്റിച്ചിങ് 10 രൂപ. ഇത് ഓയിൽ സ്റ്റാറിലാണ് അടിച്ചിട്ടുള്ളത്. ഫിറ്റിംഗ്സ് പിന്നെ നമ്മൾ അത് കണക്ക് നോക്കാറില്ല. എല്ലാം കൂടെ 1,00,000 രൂപ പറ്റേ ആയി അല്ലേ? ക്യാമറ കൺസോൾ കുറച്ച് നീട്ടുള്ളതാണ്, അതിന് നമ്മൾ കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ടാണ് ഈ കൺസോൾ വെച്ചിട്ടുള്ളത്. അടിപൊളി. പിന്നെ ഇത് ഫുള്ള് ഡിപ്പ് ചെയ്തു, കാർബൺ ഡിപ്പ് ചെയ്ത് അല്ലേ? അതേപോലെ നമ്മുടെ കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ വുഡൻ ഷെയ്ഡ് ആയിരുന്നു കമ്പനി വരുന്നത്. വുഡൻ വരുന്നത് ഞാൻ ചേട്ടാ അന്നേരോട് പറഞ്ഞാൽ അത് നമ്മൾ മാറ്റുന്നില്ല, പിന്നെ എന്ത് പറ്റി ഒന്ന് മാറ്റി ചിന്തിച്ചോ? പിന്നെ ഞാൻ നോക്കുമ്പോഴേ സ്റ്റിയറിംഗ് ഇത് ബ്ലാക്ക് ആണ്,
അത് വരുന്നത് ബ്ലാക്ക് ആണ് കാർബൺ. പിന്നെ അപ്പൊ ഇത് മാത്രം ഒരു വുഡ് പാനൽ വരുമ്പോ ഒരു ഭംഗിയിലാന്ന് തോന്നി. പിന്നെ ഇത് കൈവറി വരുമ്പോ ഒരു ഇതാണ് കുറച്ചുകൂടി ഫിനിഷിങ്. ഇതിൽ ശരിക്കും ഡിപ്പിങ് വുഡ് ആൻഡ് ഡിപ്പിങ് ആയിരുന്നു ക്യാമറയിൽ വന്നിരുന്നത്. പിന്നെ അത് മൊത്തം അങ്ങോട്ട് ബ്ലാക്ക് ആക്കി ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ചേരുന്നുണ്ട് കേട്ടോ. ഈ ഒരു കളറും നമ്മുടെ ഈ ഒരു വുഡും കൂടെ ചേരാൻ ഒരു ആൾക്കാർക്ക് ഒരു ഇതില്ല, മാച്ചിങ് അല്ല. സെറ്റപ്പ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇതൊന്നും പറയാനില്ല, തകർത്തെന്നൂടെ പറയാം. ആ രീതിയിൽ മാറിയിട്ടുണ്ട്. സൗണ്ട് സിസ്റ്റം ഡാനി ചേട്ടൻ അന്നേരോട് പറഞ്ഞായിരുന്നു ഇന്ന സംഭവം ചെയ്യാൻ പോകണ്ടെന്ന്. പക്ഷെ ഇത്രയും പെട്ടെന്ന് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നമ്മൾ എന്തോ ചെയ്തിരിക്കുന്നത്, ഇതിൽ DSP കയറ്റി, അത് 8 ചാനലാണ് കയറ്റിയിട്ടുള്ളത്. DSP എന്ന് പറഞ്ഞാൽ അറിയാലോ, ഡിജിറ്റൽ സറൗണ്ട് പ്രോസസിംഗ് എന്നാണ് അതിന്റെ സംഭവം. ഏകദേശം കോസ്റ്റ് എത്ര വന്നു എല്ലാം കൂടെ? അതിന് മാത്രം 63 രൂപ വന്നു. പിന്നെ അതിന്റെ വയറിങ്, എല്ലാ സ്പീക്കറും ആൽപൈൻ്റെ ആണ് ഇത് ചെയ്തിട്ടുള്ളത്. അത് അവർ ഡൽഹിയിൽ നിന്ന് വന്നിട്ടാണ് നമുക്ക് ട്യൂൺ ചെയ്ത് തന്നിട്ടുള്ളത്. അതിന്റെ വീട് ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ സ്പീക്കർ എല്ലാം മാറി, ആൽപൈൻ്റെ തന്നെയാണ്. 6 സ്പീക്കർ, സെന്റർ 2 ബാക്ക് 2 ഓവർ. അടിപൊളി. എല്ലാ ആൽപൈൻ്റെ പിന്നെ അതിന്റെ കമ്പോണന്റ് സ്പീക്കറാണ്, അതിന്റെ ട്യൂട്ടർ വേറെ എല്ലാം ചെയ്തു. ഓക്കെ, ഈ കാണുന്നതാണ് നമ്മുടെ സബ് വരുന്നത്. ചേട്ടാ ഇതെന്നെ തിരിച്ച് അങ്ങോട്ട് വെച്ചിരിക്കുന്നത്? സാധാരണ എല്ലാവരും ഞാൻ ഉൾപ്പെടെ തിരിച്ച് ഇങ്ങോട്ടാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സബ് വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് തള്ളില്ലേ, അപ്പൊ ഇത് തട്ടില്ലേ, ആ ഒരു തള്ളല് പഞ്ചിക്ക്. ഇത് കറക്റ്റ് അളവാണ്. കോളേജിന് തീരെ സ്പേസ് ഇല്ല. ഈ സാധനം ഇപ്പൊ തിരിച്ചുകൊണ്ട് വെക്കുമ്പോൾ സൗണ്ട് ഇവിടേക്കാണ്, പെർഫോമൻസ് കിട്ടില്ല കറക്റ്റ് ആയിട്ട്. അത് വെക്കുകയാണെങ്കിൽ ഡിക്ക് തുറന്നിട്ട് നമുക്ക് പാട്ട് വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. നമുക്ക് ഉള്ളിലേക്ക് കിട്ടണമെങ്കിൽ ഇത് ഉള്ളിലേക്കാണ് വെക്കണം, അത് തള്ളിച്ച് അങ്ങടെ വരണ്ടേ. സീറ്റ് കണ്ടു, നമ്മുടെ വണ്ടിയിലുള്ള സിസ്റ്റങ്ങളൊക്കെ കണ്ടു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് സ്ക്രീനാണ്. ഇതേ നമ്മുടെ പഴയ സ്ക്രീൻ ഡാൻചേട്ടാ ഇവിടെ നമ്മുടെ സീറ്റിന്റെ ബാക്കിൽ തന്നെ ആയിരുന്നു അല്ലെ, ഹെഡ് റെസ്റ്റിലായിരുന്നു. അപ്പൊ ഇത് മാറിയിട്ട് നമ്മൾ ഒന്ന് ഓണാക്കി അടിച്ചു കൊടുത്തേ. അടിപൊളി, ടൊയോട്ടയുടെ ലോഗോ തന്നെ ആദ്യം വന്നിരിക്കുക അല്ലെ. നമ്മൾ 2 എണ്ണം ചെയ്തിട്ടുണ്ടല്ലേ? 2 എണ്ണം. ഡാൻചേട്ടാ അപ്പൊ നമ്മുടെ ഈ ഒരു സ്ക്രീന് ഒരെണ്ണത്തിന് എന്തുപോലെ ഉണ്ട്? ഒരെണ്ണത്തിന് 9,000 രൂപയോളം വരും. 9,000 രൂപയോ? എന്റെ പൊന്നെ, ഇതെന്തു പറ്റി ഇത് മാറിയത്? വണ്ടി ഉണ്ടായിരുന്നതാണല്ലോ. മറ്റേതേ നമുക്ക് ആൾക്കാരെ ഇറങ്ങുമ്പോൾ എല്ലാവരും ഇവിടെ പിടിച്ചിട്ടാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുക, പ്രായ ആൾക്കാര്. അപ്പൊ അതിന്റെ ലെഗ് അടിയിലത്തെ കാല് ഒടിയാ, ബെൻഡാവും. പിന്നെ വയർ ജാമായിട്ട് അത് പൊട്ടുക. അതിന് കംപ്ലൈൻസ് വന്നു തുടങ്ങിയപ്പോ പിന്നെ ഇത് മാറ്റി. ഇതിപ്പോ കാണുമ്പോൾ പിന്നെ ആരും ഇത് കൈ വെക്കത്തില്ല. പിന്നെ നമുക്ക് ഇതിലൊരു ഹാൻഡ് റെസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് ലാൻഡ് ക്രൂസറിന്റെ 2 ഹാൻഡ് റെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പൊ നമ്മുടെ ഡാനി ചേട്ടന്റെ വണ്ടിയുടെ സൗണ്ട് സിസ്റ്റത്തിന്റെ ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്ന് നമ്മളൊന്ന് കേൾക്കാൻ പോവാണേ. ഒരു പാട്ടിട്ടേക്കാം. ഡാനി ചേട്ടാ, സിനിമാ പാട്ടൊന്നും അല്ല, നമ്മുടെ NCSന്റെ പാട്ട് ഇടാൻ പറ്റുള്ളൂ, കോപ്പറേറ്റ് അടിക്കും. സിനിമാ പാട്ട് കേൾപ്പിക്കണമെന്ന് നിങ്ങൾ എനിക്ക് ആഗ്രഹമുണ്ട്. കേൾക്കണമുള്ളവർ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോയത് നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ ഒരു NCSന്റെ പാട്ട് ഇടുവാണേ. എന്തായാലും നമ്മുടെ ഡാൻചേട്ടൻ്റെ വൈകിയുടെ ഇതിന് മുന്നുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ അപ്ഡേഷൻസിന്റെ വീഡിയോസ് ആണ് നമ്മളിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. ഡാൻചേട്ടാ കൊടുവേ, സംഭവം കലക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇത്രയധികം രൂപ കോളേജിൽ മുടക്കിയ വേറെ ആൾ കാണത്തില്ല ഈ കേരളത്തിൽ. സൗണ്ട് സിസ്റ്റത്തിന് മാത്രം ഏകദേശം എത്ര മുടക്കി? സൗണ്ട് സിസ്റ്റം ഇപ്പം മൊത്തം ഏകദേശം 1,20,000 അടുത്തായിട്ട്. 1,20,000 രൂപ. അത് പൈസ ഒരുപാട് ഉണ്ടായിട്ടല്ല കേട്ടോ ചെയ്യുന്നത്. അതായത് ഓട്ടത്തിന് പോയി കിട്ടുന്ന പൈസ പയ്യെ സ്വരൂപിച്ച് വെച്ച് അതിൽ നിന്നാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുവാണ്. ഡാൻചേട്ടാ ഒന്നുകൂടെ കൈ തന്നേക്ക്, അടിപൊളിയായിട്ടുണ്ട്. അടുത്ത തവണ വന്ന് കാണുമ്പോൾ ഇതിലും ഗംഭീരമായിരിക്കണം വണ്ടി. ഒന്നും ചെയ്യാനില്ല, എന്നാലും ഞാൻ പറയുവാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ ഡാൻചേട്ടൻ്റെ വൈകിയിൽ ചെയ്യാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് കണ്ടാൽ കൊള്ളാന്നുണ്ടെങ്കിൽ ഡാൻചേട്ടനോട് പറയുവാണെങ്കിൽ ഡാൻചേട്ടനെ കൊണ്ട് പറ്റുന്ന ഡാൻചേട്ടൻ ചെയ്തിരിക്കും അല്ലെ. ഡാൻചേട്ടൻ ഐഡിയാസ് ഇല്ല, ഡാൻചേട്ടൻ ഐഡിയാസ് നിങ്ങളുടെ സ്വീകരിക്കുകയാണ്. എന്താണ് ഈ വണ്ടിയിൽ ചെയ്യുന്നത്? സ്റ്റോക്ക് ഒക്കെ കഴിഞ്ഞു. ഓക്കെ, ഉഷാറാവട്ടെ കാര്യങ്ങൾ.